ഒന്നും അല്ല കേട്ടോ. ഇനി വരാൻ പോകുന്ന ആൾക്കൂട്ടവും ജനസാഗരവും നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥൻ്റെ മുന്നിൽ മനോഹരമായൊരു കാഴ്ചയുമായിട്ടാണ്. എന്ത് കാഴ്ച? എൻ്റെ പിന്നിൽ കാണുന്ന കാഴ്ചയാണ്. ലാലൂർ ഭഗവതി ഇറങ്ങിക്കഴിഞ്ഞു. അത് ലാലൂർ ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്താണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ മഠത്തിൽ വരവ്. ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ മഠത്തിൽ വരവിനായി. പൂരാവേശം നിറഞ്ഞു നിൽക്കുന്ന പൂരാവേശത്തിൻ്റെ കാഴ്ചകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടറിൻ്റെ കലക്കലക്കൻ പൂരമാണ്. എവിടെ നിന്ന് വരുന്നത് ചേട്ടാ? പെരുമ്പാവൂര് പൂരം എല്ലാ വർഷവും കാണുന്നതാണ്. എല്ലാ വർഷവും കാണുന്നതാണ്. എന്താ ചെയ്യുന്ന ജോലി? എനിക്ക് തടിക്കച്ചോളം. നോക്കൂ, സമൂഹത്തിൽ എല്ലാ തുറകളിലുമുള്ള മനുഷ്യർ ഒരുമിച്ച് ചേരുന്ന ഒരു പൂരത്തിൻ്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ, എവിടെ നിന്ന് വരുന്നു? നെന്മാറ. പൂരം കാണാൻ വേണ്ടി. നെന്മാറ വല്ലങ്ങി വേലയാണോ വലുത്, ഇത് ഈ തൃശ്ശൂർ പൂരമാണോ വലുത്? രണ്ടും കുഴപ്പമില്ലാത്തൊരു പൂരം. അങ്ങനെ പറയുള്ളൂ അല്ലേ? വിട്ടു പറയില്ല. സ്വന്തം ദേശത്തെ നമ്മൾ ഒറ്റക്കൊടുക്കൂല. പക്ഷേ നെന്മാറ വല്ലങ്ങി വേലവും അതിൻ്റെതായ സൗന്ദര്യവും കേമവും ഉള്ള വേലയാണ് കേട്ടോ. അതേപോലെ ഉത്രാളിക്കാവ് പൂരം സൂപ്ര, ഒരു രക്ഷയില്ലാത്ത പൂരമാണ്. അപ്പം അതേപോലെയാണ് തൃശ്ശൂരിലെയും ഓരോന്നിനും ഓരോ പൊലിമയും പെരുമയുമാണുള്ളത്. ഓരോ ആചാരത്തിനും അതിൻ്റെതായ അർത്ഥങ്ങളും തലങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന വടക്കുംനാഥൻ, ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം വടക്കുംനാഥന് സ്വന്തമായിട്ട് പൂരമില്ല എന്നുള്ളതാണ്. വടക്കുംനാഥൻ എല്ലാ പൂരങ്ങളും കാണും. എല്ലാ പൂരങ്ങൾക്കും തൻ്റെ സന്നിധി വിട്ടുകൊടുക്കും. സഹോദരിമാരായ ഭഗവതിമാർ വന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ ആതിഥേയനാണ് നമ്മളുടെ വടക്കുംനാഥൻ. ഈ കാഴ്ച ഉണ്ടാക്കിയത് ആരാ? നമ്മുടെ ശക്തൻ തമ്പുരാൻ. ആ ശക്തൻ തമ്പുരാൻ്റെ ദീർഘവീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കൂ. സമൂഹത്തിലെ മനുഷ്യർ ഒരുമിച്ച് നിന്ന് വേണം ഈ പൂരം നടത്താൻ എന്നാണ് പറഞ്ഞത്. ഈ ദേശക്കാർ തമ്മിൽ ഒരു ശത്രുതയില്ല കേട്ടോ. ഈ മനുഷ്യരെല്ലാവരും മത്സരിച്ചാണ് കുടമാറ്റം നടത്തുന്നത്. മത്സരിച്ചാണ് അവർ മേളപ്പെരുമയ്ക്ക് എത്തുന്നത്. പക്ഷേ ആ മനുഷ്യർ പൂരം കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടല്ലോ പൂത്തുലഞ്ഞ് അതിരിച്ചു പോകുന്നത്. അങ്ങനെയുള്ള മനുഷ്യരുള്ള നാടാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പൂരം കണ്ടിട്ടില്ലാത്തവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായൊരു നിമിഷം. ചിലരൊക്കെ പറയും അവിടെ പോയി വെയിലൊക്കെ കൊണ്ടിട്ട് എന്ത് കാര്യം ഇവിടെ എന്ന് ചോദിക്കും. അതൊന്നും അല്ല. ഈ വെയിൽ കൊള്ളുന്നതിനകത്തും ഒരു ഭംഗിയുണ്ട്. പൂരത്തിൽ മഴ പെയ്താൽ അതിന് ഭംഗി പോയില്ലേ കല്യാണേ? അരുൺ സാർ പറഞ്ഞതിലൊരു കാര്യം കൂടി അരുൺ പറഞ്ഞതിലൊരു കാര്യം കൂടി പറയാം. അതായത് ഇത്രയും തമ്മിൽ മത്സരിച്ച രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു സീനുണ്ട്. കരഞ്ഞു പോകും. അത്രയും സൗഹാർദ്ദവും സ്നേഹവും ഇഴയെടുപ്പവുമുള്ള രണ്ട് ടീമുകളായിരുന്നു ഇത്രയും സമയം മത്സരിച്ചത് നമുക്ക് തോന്നിപ്പോകും. അർജുൻ കല്യാൺ എനിക്ക് കാണിച്ചിരുന്ന ദൃശ്യം ഞാൻ കാണിച്ചു തരാം. എനിക്ക് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. ഇന്നത്തെ കുടമാറ്റത്തിന് വർണ്ണവൈവിധ്യത്തോടു കൂടി അത് പ്രേക്ഷകർ കാണും. മനോഹരമായൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. മിനീഷ് ഒളവണ്ണ നമ്മുടെ ആ അമ്പലത്തിൻ്റെ മുൻപിലെ മനോഹരമായ എഴുത്തിലേക്കൊന്ന് നോക്കൂ. പൂരമാണ് ലഹരി, ഉത്സവമാണ് ലഹരി, തൃശ്ശൂരിലെ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ്. ഇന്ന് കുടമാറ്റം നടക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഓം നമ ശിവായക്കൊപ്പം തെളിയാൻ പോകുന്നത് ഈ LED ലൈറ്റിലുള്ള പൂരമാണ് ലഹരി, ഉത്സവമാണ് ലഹരി, തൃശ്ശൂരിലെ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ എന്നുള്ള സന്ദേശമായിരിക്കും. ഈ സമയത്ത് ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ഒരു പൂരം സന്ദേശമായി മാറുന്നത്, അവരുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നൊരു തെളിവ് കൂടിയാണ് എഴുതി വെച്ച വാക്ക്. പൂരമാണ് ലഹരി, ഉത്സവമാണ് ലഹരി. ചെറുപ്പക്കാർ അവർ ഒരുപാട് കുട്ടികളും മിടുക്കന്മാരൊക്കെ ഇങ്ങോട്ട് എവിടെ ഓടിപ്പോ സമ്മതിക്കൂല. വന്നാട്ടെ, എന്താ എവിടെ നിന്ന് വരുന്നു? എവിടുന്നാ വരുന്നേ? ആകെപ്പാടെ ടെൻഷനായി. തൃശ്ശൂരാണോ വീട്? തൃശ്ശൂർ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന മോൻ? 9ാം ക്ലാസ്സിലാണ്. ടെൻഷൻ ഒന്നും വേണ്ട. അതൊക്കെ പറഞ്ഞുപോയി. 9ാം ക്ലാസ്സാണ്, 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിലേക്ക് എത്തി അല്ലേ? അതോ 10ാം ക്ലാസ് കഴിഞ്ഞോ? 10ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ എത്തുന്നു. 9 ജയിച്ചു അല്ലേ? പൂരം കാണാൻ വരാറുണ്ടോ എല്ലാ തവണയും? പൂരം സൂപ്പർ അല്ലേ? അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ പൂരത്തിൻ്റെ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കാഴ്ച നോക്കൂ. ഈ കാഴ്ച നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും അല്ലേ? അർജുൻ കല്യാൺ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട്. എപ്പോഴും നമ്മൾ പറയും വെയിലും വിയർപ്പും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആണ്. പക്ഷേ പൂരനഗരിയിലേക്ക് എത്തിയാൽ പൂരത്തിന് നമസ്കാരം പൂരത്തിന് മഴയല്ല, പൂരത്തിന് വെയിലാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമസ്കാരം. ഗുരുവായൂർ ശരിയാണ്. നമസ്കാരം. അവിടെ വന്നാണ് പൂരത്തിന് കുടുംബസമേതം എത്തിയോ? പോകുള്ളൂ. അങ്ങനെ ഒരുമിച്ച് വരലാണ്, കുടുംബസമേതം വരലാണ്, കുഞ്ഞുങ്ങളെ തോളത്തിരുത്തി വരലാണ്.